ഡൽഹിയിൽ സമരം നടത്തുന്ന പാറ്റകൾക്ക് ഖലിസ്ഥാൻ ഭീകരർ 10 കോടി നൽകി. ഞെട്ടിക്കുന്ന വാർത്തയാണ്. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മാധ്യമത്തിൽ ഇത് വന്നോ? ഇത് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഇന്ത്യ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുന്ന സംഘടനയുടെ നേതാവ് ഗുർപത്വന്ത് സിംഗ് പന്വനെ അറിയാം. പന്വൻ ഇന്നലെ വീഡിയോയിൽ വന്ന് പ്രഖ്യാപിച്ചതാണ്. സിഖ് ഫോർ ജസ്റ്റിസിൻ്റെ ഒഫീഷ്യൽ പേജിൽ പന്വന്റെ വീഡിയോ വന്നിരിക്കുന്നു. आज जूम मीटिंग ਦੇ ਵਿੱਚ ਸੀਜੇਪੀ ਮੈਂ ਜਿਹੜੇ ਐਲਾਨ ਕੀਤੇ ਹੈ ਉਹ ਯਾਦ ਰੱਖੋ. fall of Delhi and fall of Modi is inevitable. ਮੋਦੀ ਦੀ ਹਕੂਮਤ ਦਾ ਤਖਤਾ ਪਲਟਿਆ ਜਾਏਗਾ ਪਰ ਇਹ ਪੱਕਾ ਹੱਲ ਨਹੀਂ ਹੈ. ਤੁਸੀਂ 15 ਅਗਸਤ ਤੱਕ ਸੰਘਰਸ਼ ਜਾਰੀ ਰੱਖਣਾ ਹੈ ਕਿਉਂਕਿ ਤੁਹਾਡਾ ਹੱਲ ਅਲਟੀਮੇਟਲੀ ਬਾਲਕਨਾਈਜੇਸ਼ਨ of this union of India hai. ഞങ്ങൾ പാറ്റയുടെ നേതാക്കളുമായി അഭിജിത് ദീപ്കെ അടക്കമുള്ള ആളുകളായിട്ട്, അവരാണല്ലോ നേതാക്കന്മാർ, സൂം മീറ്റിംഗ് നടത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോകണം, ഇന്ത്യയെ വെട്ടിമുറിക്കണം, മോദിയെ വീഴ്ത്തണം. അതിന് സിഖുകാരായ ഞങ്ങൾ കൂടെയുണ്ട്, ഖലിസ്ഥാനികളായ ഞങ്ങൾ കൂടെയുണ്ട്. ഞങ്ങൾക്കും പഞ്ചാബിനെ മുറിച്ച് പഞ്ചാബ് വേറെ രാജ്യമാക്കി ഖലിസ്ഥാൻ ഉണ്ടാക്കണം. അതിനുവേണ്ടി നിങ്ങൾ നടത്തുന്ന സമരങ്ങൾക്ക് ഞങ്ങൾ 10 കോടി രൂപ തരുന്നു. നോക്കൂ, 10 കോടി രൂപ അമേരിക്കയിൽ നിന്ന് CJP കിട്ടിയിരിക്കുന്നു. ഇന്നലെ വേറെ വാർത്തകൾ വന്നിരുന്നു. അതായത് ഈ സമരത്തിൽ പങ്കെടുക്കാൻ, സമരത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ റീല് ചെയ്താൽ, വീഡിയോ എടുത്ത് ചെയ്താൽ 65,000 രൂപയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അത് ഓഫർ കിട്ടിയ ചില ഇൻഫ്ലുവൻസർമാർ പരസ്യമായി പറഞ്ഞു, ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നു 65,000 തരാമെന്ന് PR ഏജൻസി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ 10,000 വീഡിയോകൾ വന്നിട്ടുണ്ട്, സമരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ. അപ്പോൾ 10,000 വന്നു കൂട്ടിയാൽ തന്നെയും 65,000 വെച്ച് കൂട്ടിയ 65 കോടി രൂപ. 65 കോടി രൂപ മിനിമം ഈ സമരത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ചിലവാക്കിയിരിക്കുന്നു. പണം എവിടുന്ന? പണം ഇങ്ങനെ വരുന്നതാണ്. ഇങ്ങനെ വരുന്ന പണമാണ് ഉപയോഗിക്കുന്നത്. ഈ പന്വനെ അറിയില്ലേ? പന്വനെ ഇന്ത്യ കൊല്ലാൻ ശ്രമിച്ചു. അമേരിക്ക പറഞ്ഞതാണ്. അമേരിക്കയിലെ FBI പറഞ്ഞതാണ്, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. എന്നിട്ട് നമ്മുടെ വികാസ് യാദവ് എന്ന് പറയുന്ന നമ്മുടെ CRPFൻ്റെ കമാൻഡോ, അയാളെക്കുറിച്ച് അമേരിക്ക പറയുന്നു, അമേരിക്കയിലെ FBI പറഞ്ഞു ഇയാൾ റോയുടെ ഏജൻ്റാണ്. CRPF കമാൻഡോ ആയിരുന്ന ഇയാൾ റോയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ വന്നു. ഇയാൾ എന്നിട്ട് നിഖിൽ ഗുപ്ത എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരൻ വഴി പന്വനെ, ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ഭീകരനായ പന്വനെ കൊല്ലാൻ വേണ്ടി ഒരു ഇടനിലക്കാരൻ വഴി അവിടുത്തെ വാടക ഗുണ്ടകളെ ഏർപ്പാടാക്കി. അങ്ങനെ റോയിൽ നിന്ന് നേരിട്ട് പോയല്ല പലരെയും ഓപ്പറേഷനിലൂടെ തീർക്കാറുള്ളത് എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇടനിലക്കാരനായ നിഖിൽ ഗുപ്ത പണം കൊടുത്തത് അമേരിക്കയിലെ ചില പോലീസുകാർക്കായിരുന്നു, രഹസ്യ പോലീസുകാർക്കായിരുന്നു, ഇൻ്റലിജൻസ് ബ്യൂറോ പോലെ പ്രവർത്തിക്കുന്നവർക്ക്. അവർ കൈയോടെ നിഖിൽ ഗുപ്തയെ പിടിച്ചു, അയാളെ ഹേഗിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. പന്വനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് റോയാണ് എന്ന് കാണിച്ച് വികാസ് യാദവിൻ്റെ ചിത്രം ഉൾപ്പെടെ വെച്ച് വാണ്ടഡ് നോട്ടീസ് ഇറക്കി. റോ ഏജൻ്റായ വികാസ് യാദവിനെ ആവശ്യമുണ്ട്, പിടികിട്ടാപ്പുള്ളിയായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചു. അപ്പോൾ ഇന്ത്യ പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ ഈ വികാസ് യാദവ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു CRPF കാരനുണ്ട്, പക്ഷേ അയാൾ വഴിയെ പോയ ഒരാളുടെ മാല പൊട്ടിച്ച കേസിൽ പ്രതിയായിട്ട് ഞങ്ങൾ ജയിലിലിട്ടിരിക്കുക, ആ കേസ് തീർന്നിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞ് അതവിടെ നിൽക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഇന്ത്യ മോസ്റ്റ് വാണ്ടഡായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഭീകരൻ പാറ്റകൾക്ക് 10 കോടി കൊടുക്കാം എന്ന് കൊടുക്കുകയും ചെയ്ത് കാണും. ഇപ്പം കൊടുക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ അവരുമായിട്ട് സൂം മീറ്റിംഗ് നടത്തി എന്നുള്ള വാർത്ത എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത്? ഇപ്പോൾ ഞാൻ രാവിലെ ഇതിന് തൊട്ട് മുമ്പ് അലി അംജദ് എന്ന് പറയുന്ന വയനാട്ടുകാരൻ ചെറുപ്പക്കാരൻ, വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരൻ നേരെ ഡൽഹിക്ക് വെച്ച് പിടിച്ചു. അവൻ പറയുന്ന കാര്യങ്ങൾ വീഡിയോ കാണിച്ചു. അവൻ എന്താ പറയുന്നത്? ഖുറാനിൽ പറയുന്നുണ്ട് മോദിയുടെ അന്ത്യകാലമായി, മോദി ഇറക്കണം, പാറ്റ എന്ന് പറയുന്നത് ദാബത്തുൽ അർളിൻ്റെ ഭാഗമാണ്. അന്ത്യസമയത്ത് ഇങ്ങനെ ജീവികളൊക്കെ വരും, അതാണ് പാറ്റയുടെ പേരിൽ പ്രതീകാത്മകമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് മോദി ഇറക്കാൻ പോവുകയാണ്. നീറ്റ് പരീക്ഷയല്ല പ്രശ്നം. ഇപ്പോൾ ദാ വേറൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം. നിരവധി മലയാളികൾ ജന്തർ മന്ദറിലേക്ക് എത്തുന്നുണ്ട്. മലപ്പുറം പൊന്നാനിയിൽ നിന്നെത്തിയ ഒരു സംഘം കുട്ടികളെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ പൊന്നാനിയിൽ നിന്നാണ് വരുന്നത്. എന്ന് വന്നതാ? 5 ദിവസമായി. പ്രതിഷേധത്തിനൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്താ തോന്നുന്നത് ഇവിടെ വന്നതൊക്കെ കാണുമ്പോ? എന്താ മനസ്സിലാവുന്നേ? സപ്പോർട്ട് കുറെ ആൾക്കാരുടെ മനസ്സിലാവുന്നുണ്ട്.
ആവശ്യമാണ് ജനറേഷന് ആവശ്യമാണ് ആണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരോട് പറയാനുള്ളത് ഈ കൊല്ലം BJPക്ക് നമ്മളെ 3 സീറ്റ് കിട്ടി. കൂടുന്തോറും നമ്മളെ നാട്ടിലത്തെ അവസ്ഥ തന്നെ ആവും. ഒന്ന് ചിന്തിക്കുക, എല്ലാരും ഒന്ന് ചിന്തിക്കുക. ഇവിടുത്തെ ഭക്ഷണമൊക്കെ കണ്ടല്ലോ, ആളുകൾ ഇങ്ങോട്ട് അയച്ചു കൊടുക്കുക അല്ലെ ഭക്ഷണങ്ങള്. നല്ല ബ്രാൻഡ് ഭക്ഷണങ്ങൾ മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. എല്ലാവരും ഹെൽപ്പിംഗ് മെന്റാലിറ്റി മാത്രമാണുള്ളത്. അത് വളരെ പ്രധാനമാണ്. അതായത് വില കൂടിയ ഭക്ഷണമാണ് അയക്കുന്നത്. ആരും പട്ടിണി കിടന്ന് സമരം ചെയ്യേണ്ട, നാട്ടിലത്തെ മാതിരി പട്ടിണി കിടന്ന് ആരും സമരം ചെയ്യേണ്ട. ഒരു യുവത്വത്തിന്റെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്ന ജനങ്ങളാണ് ഇപ്പൊ നമ്മളിവിടെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാണ്. എല്ലാവർക്കും ഹെൽപ്പിംഗ് മെന്റാലിറ്റി മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ നിന്ന് അവിടെ പോയിരിക്കുന്ന കുറച്ച് പിള്ളേരാണ്. റിപ്പോർട്ടർ, ഇവിടുത്തെ അന്തം കമ്മി ചാനലാണല്ലോ, റിപ്പോർട്ടറുടെ ലേഖനം ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഞങ്ങളിവിടെ വന്നു, നല്ല സമരമാണ്. പിന്നെ കേരളത്തിൽ BJPക്ക് 3 സീറ്റ് കിട്ടി, അതാണ് അവന്മാരുടെ പ്രശ്നം. ഇനി അത് കിട്ടിയാൽ ഇതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടാവും. പിന്നെ സമരം, ഇവിടുത്തെ ഭക്ഷണമൊക്കെ അടിപൊളി ഭക്ഷണമാണ്, നല്ല A ക്ലാസ് ഭക്ഷണം, ആരും പട്ടിണി കിടക്കണ്ട. നോക്ക്, ഇത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഫുഡ് സമരത്തിന് കിട്ടുന്ന എവിടെയെന്നാ? രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഓർഡർ ചെയ്യുന്നതാണ് പറയുന്നത്. ഖത്തറിൽ നിന്ന് വരെ ഓർഡർ വരുന്നുണ്ട്. ആരാണ് പണം മുടക്കുന്നത്? ജന്തർ മന്ദറിലുള്ളവർക്കെല്ലാം ഏറ്റവും മുന്തിയ റെസ്റ്റോറൻറ്റുകളിലെ ഭക്ഷണം ഓർഡർ ചെയ്തു. ഇതൊന്നും ആരും പറയുന്നില്ല. അപ്പോൾ ഈ സമരം എന്ന് പറയുന്നത് ഫണ്ടഡ് സമരമാണ്. ഖലിസ്ഥാൻ ഭീകരർ 10 കോടി രൂപ ഇതിന് കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ രാജ്യം ഞെട്ടിക്കുന്ന വാർത്തയല്ലേ? ഇതെന്താണ് നമ്മുടെ കേരളത്തിലെ മാത്രം മാധ്യമങ്ങൾ പറയാത്തത്? കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ഈ പറയുന്ന ജിഹാദി, രാജ്യവിരുദ്ധ, ഭീകരവാദി പ്രസ്ഥാനങ്ങൾക്ക് അരുനിക്കുന്ന, കൂട്ടുപിടിക്കുന്ന, കുടപിടിക്കുന്ന മാധ്യമങ്ങളായി മാറിയിരിക്കുന്നു. നമ്മുടെ ദിനപത്രങ്ങളാവട്ടെ, നമ്മുടെ ചാനലുകളാവട്ടെ, എല്ലാം അങ്ങനെ തന്നെയാണ്. ഇത് ഓരോ ദിവസവും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. സത്യത്തിൽ ഈ മാധ്യമങ്ങളെ എന്തിന് നിങ്ങൾ വരിക്കാരാക്കി നിലനിർത്തണം? എന്തിന് മനോരമയ്ക്ക്, എന്തിന് മാതൃഭൂമിക്ക്, എന്തിന് മറ്റു എല്ലാ പത്രങ്ങൾക്കും നിങ്ങൾ വരിസംഖ്യ അടക്കണം? ഇതിൻ്റെ മറ്റു വെർഷൻ, ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിൻ്റെ 2 ഭാഗം കൊടുക്കണ്ടേ? വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു, ഇന്ന് പല്ലറ്റ് കയറിയ ഒരുത്തൻ്റെ കഥ, പിന്നെ ഒരുത്തി ICUവിൽ കിടക്കുന്നു എന്നുള്ള വാർത്ത ഒക്കെയുണ്ട്. പോലീസുകാർക്ക് പരിക്ക് പറ്റിയത് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? എന്തിനും മാധ്യമ പ്രവർത്തകയെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ആൾക്കൂട്ടം വലിച്ചിഴച്ചുകൊണ്ട് ചെയ്യാവുന്ന പണിയൊക്കെ ആ മാധ്യമ പ്രവർത്തകരോട് ചെയ്ത വീഡിയോ പുറത്ത് വന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിട്ട് ഇവിടുത്തെ മാധ്യമ സംഘടനകൾ മാധ്യമ പ്രവർത്തകർ ഒരു വരി വാർത്ത കൊടുത്തു. അതേസമയം BJPക്കാരുടെ ഒരു സമരത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനോട് എന്തെങ്കിലും അപമര്യാദയായി പെരുമാറി എന്ന് വന്നാൽ എന്തായിരിക്കും? നമ്മുടെ നാട്ടിലെ പാവം സുരേഷ് ഗോപി വഴി തടഞ്ഞ് ഒരു 3/4 മീഡിയയിലെ മാധ്യമ പ്രവർത്തകർ നിന്നപ്പോൾ ഒന്ന് മാറ് സഹോദരി എന്ന് പറഞ്ഞ് തോളത്ത് കൈവച്ചതിന് ലൈംഗിക പീഡന കേസിൽപ്പെടുത്തി സുരേഷ് ഗോപിയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയ ആളുകളാണ് മാധ്യമപ്രവർത്തകർ. അപ്പോഴാണ് ഭീകര സംഘടന 10 കോടി കൊടുത്തത് മുക്കുന്നു, വനിതകൾക്ക് നേരെ ഉണ്ടായ അക്രമം മുക്കുന്നു. ഇത്തരം ഇത് എന്തൊരു രാജ്യമാണ്? എന്തിനാണ് നമ്മൾ ഈ മാധ്യമങ്ങളെ തീറ്റിപ്പോറ്റുന്നത്? നമ്മൾ നമ്മുടെ വീടുകളിൽ, നമ്മുടെ നെറ്റ്വർക്കിൽ എന്തിനാണ് ഇവയെ വരുത്തുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ 2 ഭാഗവും പറയും. നിങ്ങൾ ഏതെങ്കിലും പത്രത്തിൽ, ഞാൻ മനോരമ കണ്ടിട്ടാണ് പറയുന്നത് കേട്ടോ, മാതൃഭൂമി കാണിച്ചോ എന്ന് എനിക്കറിയില്ല, ഞാൻ മാതൃഭൂമി നോക്കാറേ ഇല്ല. പണ്ട് മീശ വിഷയം ഉണ്ടായതിന് ശേഷം മാതൃഭൂമി ഞാൻ നോക്കാറില്ല. പിന്നെ മനോജാണ് ഇപ്പോൾ അതിൻ്റെ എഡിറ്റർ. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് മാതൃഭൂമിയുടെ പത്രാധിപർ മനോജ് കെ ദാസ്. അതുകൊണ്ട് മനോജ് കുറച്ചുകൂടെയൊക്കെ ജനാധിപത്യപരമായി പെരുമാറുന്ന ആളാണെന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും മാതൃഭൂമി ഞാൻ കാണുന്നില്ല, മനോജ് പിന്നെ നമ്മുടെ ചാനൽ കാണുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് മാതൃഭൂമിയെ വിമർശിക്കുമ്പോൾ മനോജ് എന്നെ വിളിക്കും. അങ്ങനെയല്ല കേട്ടോ, ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നോട് മനോജ് പറഞ്ഞു, ഈ കാറിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടാണ് പോകാറുള്ളതെന്ന് പറഞ്ഞൊരു ദിവസം മനോജ് വിളിച്ചിരുന്നു. അപ്പോൾ മനോജ്, ഇത് ഞാൻ മാതൃഭൂമി കണ്ടിട്ടില്ല, ഇന്നലെയും ഇന്നത്തെയും. നിങ്ങൾ അതിന് മറ്റേ വെർഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊള്ളാം, അത് മാതൃഭൂമിയുടെ പഴയ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കലാണെന്ന് പറയും. പക്ഷേ ഞാൻ മനോരമയാണ് കണ്ടത് പ്രധാനമായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഒരു പ്രിജുഡീസ്ഡാണ്, അങ്ങനെയാണ് എല്ലാ മാധ്യമങ്ങളും കൊടുത്തത്, അത് വെച്ചിട്ടാണ് പറഞ്ഞത്. ഏതായാലും അങ്ങനെയാണ് സ്ഥിതി, പൊതുവിൽ അങ്ങനെയാണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള പത്രം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റു പത്രങ്ങളും അങ്ങനെ തന്നെ ചെയ്യാനേ സാധ്യതയുള്ളൂ എന്നുള്ളൊരു മുൻവിധി എനിക്കുണ്ട്. ഏതായാലും ഇതൊരു വാർത്തയല്ലേ? അപ്പോൾ നമ്മൾ ഈ സമരം എന്ന് പറയുന്ന ആൾക്കൂട്ടം ഡൽഹിയിൽ നടത്തുന്നത് എന്താണ്? വലിയ അക്രമമാണ്. ഇപ്പോൾ പരീക്ഷാ പേപ്പർ ചോർച്ച എന്നിവർ പറയുന്നുണ്ടല്ലോ. പരീക്ഷാ പേപ്പർ ചോർച്ചയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് നോക്കട്ടെ, കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ നാട്ടിൽ പരീക്ഷാ പേപ്പറുകൾ ചോർന്നതിൻ്റെ കണക്ക് ഒന്ന് നോക്കണം. ഞാനത് നിങ്ങളോട് പറയാം. ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ കാലത്ത് ആദ്യമായിട്ടാണോ പരീക്ഷാ പേപ്പർ ചോരുന്നത്? 2004 മുതൽ 2014 വരെ. മോദി അധികാരത്തിൽ വന്നത് 2014-ലാണ്. അതുവരെ ഇന്ത്യയിൽ
ഏതെല്ലാം പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് അറിയണം. 2004 ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് AIPMT ചോദ്യപേപ്പർ ചോർന്നു. അതായത് നീറ്റൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള മെഡിക്കൽ എൻട്രൻസ്. 2006 2007 ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എക്സാം AIEEE ചോദ്യപേപ്പർ ചോർന്നു. 2008 പ്രീ മെഡിക്കൽ ടെസ്റ്റ് ചോദ്യപേപ്പർ ചോർന്നു. 2007 CBSE ക്ലാസ് 12 അക്കൗണ്ടൻസി ചോദ്യപേപ്പർ ചോർന്നു. അതേ വർഷം തന്നെ AIMS എൻട്രൻസ് എക്സാമിൻ്റെ ചോദ്യപേപ്പർ ചോർന്നു. 2013 ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എക്സാം ചോദ്യപേപ്പർ ഉത്തർപ്രദേശിൽ ചോർന്നു. 2008 ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എക്സാം AIEE ചോർന്നു. 2013 ഇത് തന്നെ സംബന്ധിച്ചു. 2014 CBSE 10ാം ക്ലാസ് കണക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. 2008 പ്രീ മെഡിക്കൽ ടെസ്റ്റ് ചോദ്യപേപ്പർ ചോർന്നു. 2013 രാജസ്ഥാൻ യൂണിവേഴ്സിറ്റി പേപ്പർ ലീക്ക്, അശോക് ഗെഹ്ലോട്ട് രാജിവെച്ചില്ല. 2014 മോദി വരുന്നതിന് മുമ്പാണ് 12ാം ക്ലാസ് എക്കണോമിക്സ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നു. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കപിൽ സിബൽ വരെയാണ് 2014 വിദ്യാഭ്യാസ മന്ത്രി. 2008 2009 കാലയളവിൽ അർജുൻ സിംഗ് ആയിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. രണ്ടുപേരും രാജിവെച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഇപ്പോൾ മോദി രാജിവെക്കണമെന്ന് പറയുന്നത്? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പറയുന്നത്? അമിത്ഷാ രാജിവെക്കണമെന്ന് പറയുന്നത്? പേപ്പർ ലീക്സ് സംബന്ധിച്ച് ഇന്ത്യയിൽ ഏതാണ്ട് 41-50 തവണ കോൺഗ്രസിൻ്റെ കാലത്ത് ദേശീയ തലത്തിൽ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. അഖിലേന്ത്യാ സംസ്ഥാനങ്ങളുടെ കണക്ക്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ 100 കണക്കിനാണ്. അപ്പോൾ എന്താണ് ഈ സമരത്തിൻ്റെ ലക്ഷ്യം? കാരണം നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നെങ്കിലും ആരെയും ബാധിച്ചില്ല. പരീക്ഷ നീട്ടിവെച്ചു, പിന്നെ ഇത് നടന്നു. പിന്നെന്താണ് പ്രശ്നം? ഭാവിയിലെ പരീക്ഷകൾ കുറ്റമറ്റതാക്കാനാണോ? ഭാവിയിലെ പരീക്ഷ അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമരങ്ങളുടെ പിന്നിലെ ചാലകശക്തി ഇതൊന്നുമല്ല, മോദിയെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. അവരിപ്പോൾ പറയുന്നത് എന്താണ്? ഇപ്പോൾ ഭീകര സംഘടന 10 കോടി രൂപ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവരാവശ്യപ്പെടുന്നു ഫക്ക് ഇന്ത്യൻ ആർമി തുലയട്ടെ, കാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണം. നീറ്റ് ഈ പാറ്റ സമരത്തിൻ്റെ ആവശ്യമാണ്. ഡൽഹി കലാപം ഉണ്ടാക്കാൻ കാരണമായ സുപ്രീം കോടതി ആവർത്തിച്ച് ജാമ്യം നിഷേധിക്കുന്ന ഉമർ ഖാലിദിന് ജാമ്യം കൊടുക്കണം. വിദ്യാർത്ഥികളുടെ ആവശ്യമാണോ? FCRA ഭേദഗതി പിൻവലിക്കണം. എങ്ങനെയുണ്ട്? ആ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പാടില്ല. വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്. അപ്പം സമരം സംഘടിപ്പിക്കുന്ന ആളുകളുടെ ലക്ഷ്യം വേറെയാണ്. അതിനുവേണ്ടി പണമൊടുക്കുന്ന കൂട്ടത്തിൽ ഇസ്ലാമിസ്റ്റുകളുണ്ട്, ഇവാഞ്ചലിസ്റ്റുകളുണ്ട്, ഖലിസ്ഥാൻവാദികളുണ്ട് എന്ന് വന്നിരിക്കുന്നു. വേറെയും പണമൊടുക്കുന്ന വിദേശ രാജ്യങ്ങളുണ്ട്. ഏതായാലും ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ പറയില്ല. ഇതൊന്നും പറയില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ലൈവ് ഇത് നിങ്ങളോട് പറയുന്നത്. ഈ സമരത്തിൻ്റെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടാൻ, ഇത് രാജ്യത്തെ വിഘടിപ്പിക്കാൻ, രാജ്യത്തെ നശിപ്പിക്കാൻ രാജ്യവിരുദ്ധർ, രാജ്യദ്രോഹികൾ നടത്തുന്ന സമരമാണ് എന്ന വസ്തുത ഞങ്ങൾ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. മലയാള മാധ്യമങ്ങൾ എല്ലാം നിശബ്ദമായിരിക്കുമ്പോൾ ഇന്ത്യ ലൈവ് ആ ജോലി അവിരാമം തുടരും. എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ കൂടെയുണ്ട് എന്നതാണ് ഞങ്ങളുടെ ബലം, ഞങ്ങളുടെ വിശ്വാസം അതാണ്. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.